മന്ത്രിസഭയിലേക്കുള്ള സജി ചെറിയാന്റെ മടങ്ങിവരവ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറുന്നുണ്ട്. കാരണം ഗവർണർ ഈ വിഷയത്തിൽ ചില ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നിയമോപദേശം തേടുന്നു. സാധാരണയായി മുഖ്യമന്ത്രി അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു മന്ത്രി അത് ഗവർണർ അംഗീകരിക്കുകയാണ് പതിവ് സാധാരണ. പക്ഷേ സർക്കാർ ഗവർണർ പോര് അത് വല്ലാത്തൊരു തലത്തിൽ നിൽക്കുമ്പോൾ ഗവർണറുടെ നീക്കം നിർണായകമാകുന്നു. സർക്കാരിന് അല്പം ആശ്ചര്യമുണ്ടാക്കുകയും ചെയ്യുകയാണ് ഈ സംഭവം. ഏതായാലും തൽക്കാലം ലഭിക്കുന്ന വാർത്ത സജി ചെറിയാൻ അനുകൂലമായി നിയമോപദേശം കിട്ടി എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞാ ദിവസം കരുദിനമായി ആചരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഏതായാലും ഗവർണർ നിയമോപദേശം തേടുന്നു. അത് സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്തതാണ്. പക്ഷേ സജി ചെറിയാന്റെ വിഷയം അല്പം കൂടി വ്യത്യസ്തമായതുകൊണ്ടാകാം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഉടൻ തന്നെ മടങ്ങിയെത്തും. ലഭിച്ചിരിക്കുന്ന നിയമോപദേശം തൽക്കാലം സജിക്ക് ആശ്വാസകരമാണ് എന്ന് കരുതാമോ? ഡാൻ, കേൾക്കാമോ? സജി ചെറിയാന് അനുകൂലമായി നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. 4-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കാം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ പ്രത്യേക വിഷയത്തിൽ അങ്ങനെ കയറി കടുപ്പിക്കാനൊന്നും ഗവർണർ തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ അപ്പോഴും സർക്കാരിന് ഒരു ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ അല്പമെങ്കിലും ഉണ്ടായേക്കാം. കാരണം കീഴ്വഴക്കമില്ലാത്ത അത്തരത്തിലൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ നിയമോപദേശത്തിലേക്ക് ഗവർണർ പോകുമ്പോൾ അത് സർക്കാർ തലത്തിൽ അല്പമൊരു ആശ്ചര്യമുണ്ടാക്കി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിനകം നിയമോപദേശം സജി ചെറിയാൻ അനുകൂലമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഡാന്, അങ്ങനെ തന്നെയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടന അധിക്ഷേപമായിരുന്നുവല്ലോ സജി രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് തൽക്കാലം പുതിയ മന്ത്രിസഭയിലേക്ക് പുതുതായി വരുന്നതിനെ തടസ്സപ്പെടുത്തില്ല എന്ന് തന്നെയാണോ നിയമോപദേശം? രഞ്ജിത്ത്, നമുക്ക് സ്ഥിരീകരിക്കുന്ന ഒരു വിവരം മാത്രമേ രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അതായത് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്മേൽ രാജ്ഭവനിൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശത്തിന്മേൽ അദ്ദേഹത്തിന്റെ ഉപദേശകരുമായി വിശദമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം മാത്രമാണ് സ്ഥിരീകരിക്കാവുന്ന നിലയിൽ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് സർക്കാരിന് അനുകൂലമായി സജി ചെറിയാന് വരുന്ന 4-ാം തീയതി രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം അത് അല്പസമയത്തിനകം മാത്രമേ നമുക്ക് ഒരു സ്ഥിരീകരണം ആ കാര്യത്തിൽ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഒരു പക്ഷേ അത് അനുകൂലമായ ഒരു വിധി ആയേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പോലീസ് അടക്കം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പരാമർശങ്ങളും അതിൻ്റെ അകത്തില്ലായിരുന്നു. സജി ചെറിയാന്റെ മല്ലപ്പള്ളിയിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിൽ ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന വിധത്തിലല്ല അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതൊരു വിമർശനം മാത്രമാണ്. ആ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ തന്നെ ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളോടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ അടക്കം സമർപ്പിച്ചിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ആ കേസ് ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സജി ചെറിയാന് അനുകൂലമായ ഒരു തീരുമാനം രാജ്ഭവനിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അത് തന്നെ ആയിരിക്കണമെന്നില്ല നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന മറുപടി. അതുകൊണ്ട് എന്തായാലും സ്ഥിരീകരിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. രഞ്ജിത്ത്, ഈ പ്രതിപക്ഷം പക്ഷേ വിടാനുള്ള സാധ്യതയില്ല. കാരണം പ്രതിപക്ഷം ആ ദിവസം സത്യപ്രതിജ്ഞാ ദിവസം കരിദിനമായി ആചരിക്കുന്നു എന്നുള്ള വിവരം ലഭ്യമായിരുന്നുണ്ട്. ഡാൻ, അത് ഏത് തരത്തിലാണ്? നേരത്തെ കേസ് നൽകിയ ആൾ, കോടതിയെ സമീപിച്ച ആൾ ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയം കുറച്ചുകൂടി സജീവമാക്കി നിർത്താനുള്ള ആലോചന പ്രതിപക്ഷത്തുണ്ടോ? രഞ്ജിത്ത്, KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയിരിക്കുന്ന പ്രസ്താവന കാര്യദിനമായി വരുന്ന എന്നാണോ സത്യപ്രതിജ്ഞ നടക്കുന്നത് ആ ദിവസം കാര്യദിനമായി ആചരിക്കുമെന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതികരണം ഇന്നലെ വന്നു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് BJP ഇതുമായി ബന്ധപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ അത് സർക്കാർ വെല്ലുവിളി നടത്തുന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പ്രകോപനപരമായ ഒരു തീരുമാനമാണ്. അതിനവർ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അതിലൊരു വെല്ലുവിളി തന്നെ ഉണ്ടായിരുന്നു, ഒരു മുന്നറിയിപ്പ് തന്നെ ഉണ്ടായിരുന്നു. കാരണം കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്ത് നിന്ന് നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധങ്ങൾക്ക് തന്നെ വീണ്ടും
വീണ്ടും ഒരു വഴിയൊരുങ്ങുന്ന സാഹചര്യമാണ്. സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്താനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത്.